ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്പിളിക്ക് വിനയൻ നന്ദുവിനെ കുറിച്ചുള്ള കാര്യം അറിഞ്ഞതുകൊണ്ട് പേടിയാവുകയാണ്. ആ സമയത്ത് വിനയൻ പറയുകയാണ് അമ്പിളിയോട്, അമ്പിളി ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ഇക്കാര്യം ആരോടും പറയാൻ പോകുന്നില്ല. ഇത് കാരണം ഞാനായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കാനും പോകുന്നില്ല എന്ന് പറയാണ്. അങ്ങനെ വിനയൻ പോയി കഴിഞ്ഞ ശേഷം അമ്പിളിക്ക് ഒരു സംശയം വരികയാണ്. ഇതിൻ്റെയൊക്കെ പിറകിൽ വിനയനായിരിക്കുമോ? വിനയൻ ഇനി ചീരു പറയുന്നത് പോലെ അഭിനയിക്കുകയാണോ എന്നുള്ള ഒരു സംശയം വരികയാണ്. അങ്ങനെ വീട്ടിലേക്ക് രഘു എത്തിയ ശേഷം ഇക്കാര്യമൊക്കെ രഘുവിനോട് പറയുകയാണ്. അപ്പോൾ രഘുവിനും ഒരു ചെറിയ സംശയം വരികയാണ് വിനയന്റെ കാര്യത്തിൽ. അമ്പിളി രഘുവിനോട് പറയുകയാണ്, വിനയൻ അഭിനയിക്കുകയാണോ? ചീരു പറയുന്നതാവുമോ സത്യം? നമ്മുടെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും, അതിനായിരിക്കും ഇങ്ങനെ ഒരു നാടകം അഭിനയിക്കുന്നത് എന്ന് പറയാണ്. എന്തായാലും അവൻ ഈ ഫോട്ടോ എടുത്തതാണ് എനിക്ക് ആകെ പേടിയാകുന്നത് എന്ന് പറയുമ്പോൾ രഘു പറയുന്നുണ്ട്, വിനയന്റെ കയ്യിൽ ആ ഫോട്ടോ എടുത്തത് അത് അത്ര സേഫായിട്ട് എനിക്കും തോന്നുന്നില്ല. നീ എന്തിനാണ് അത് സമ്മതിച്ചത്? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സമയത്ത് നീ വെപ്രാളം പിടിച്ചിട്ടും കരഞ്ഞിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇനി എത്രയും പെട്ടെന്ന് കല്യാശ്ശേരി തറവാട്ടിലേക്ക് പോവാം. കാരണം ഇതിൻ്റെ പിറകിൽ ആരാണോ കളിച്ചത് അവർ ഉറപ്പായും കല്യാശ്ശേരി തറവാട്ടിലേക്ക് വരാതിരിക്കില്ല. ആരാണ് എന്നുള്ളത് കണ്ടെത്തിയേ മതിയാവും. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞ ശേഷം അമ്പിളിയെയും കൂട്ടി രഘു കല്യാശ്ശേരി തറവാട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് വിനയന്റെ അമ്മയോടും അമ്മാവനോടും എല്ലാ കാര്യങ്ങളും പറയുകയാണ്. നന്ദുവിനെ കുറിച്ചും ദയയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ശബരിയുടെയും ദയയുടെയും ജീവിതത്തിൽ നന്ദു വീണ്ടും ഒരു കരടാവുകയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് രഘുവേട്ടൻ അവനെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊന്നത് എന്ന് പറയട്ടോ. അതൊക്കെ കേൾക്കുന്ന വിനയൻ്റെ അമ്മയും അമ്മാവനും ആകെ അതിശയിച്ചു പോവുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് വിനയൻ്റെ അമ്മ, ഇനി ഇത് ആരെയും നീ അറിയിക്കരുത്. നിനക്ക് അറിയാവുന്ന കാര്യം നിന്റെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി വിനയ. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യരുത് വിനയ, നീ ഇതിൻ്റെ പിറകെ പോവരുത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ വിനയം പറയുകയാണ്, ഞാൻ ഒരിക്കലും ഇതിൻ്റെ പുറകിൽ പോയി ഇനി അവരുടെ ജീവിതത്തിൽ ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നുമില്ല. പക്ഷേ അനന്തമാഷിൻ്റെ വീട്ടിലുള്ളവരുടെ എല്ലാ സ്വഭാവവും അമ്മാവനും ഒന്ന് അറിഞ്ഞിരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇക്കാര്യമൊക്കെ നിങ്ങളോട് പറഞ്ഞത് തന്നെ. അപ്പോൾ അമ്മാവൻ ചോദിക്കാൻ, അല്ല വിനയ, നിന്റെ സ്വഭാവമൊക്കെ മാറി എന്ന് പറഞ്ഞിട്ട് നിന്റെ പഴയ സ്വഭാവം വെച്ചിട്ടാണല്ലോ നീ ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ചത്. ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത് എന്ന് പറയട്ടോ. അപ്പോൾ വിനയം പറയും, ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഇനി എൻ്റെ പഴയ സ്വഭാവം ഞാൻ എടുക്കില്ല എന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, അത് ഞാൻ ഉറപ്പായും അങ്ങനെ തന്നെയാണ് ചെയ്യുകയുള്ളൂ. പക്ഷേ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി അനന്തമാഷിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിച്ചു എന്നുള്ളൂ. അനന്തമാഷ് ഹരിശ്ചന്ദ്രനൊക്കെ ആയിരിക്കാം, പക്ഷേ മക്കളുടെ സ്വഭാവം ഇതൊക്കെയാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യം അമ്മയോടും അമ്മാവനോടും പറഞ്ഞത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നന്ദുവിൻ്റെ കാര്യം ഇവിടെ ഇറക്കിയിട്ടുള്ളത് അത് ആരാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും. ഇതിൻ്റെ ബാക്കിൽ കളിക്കുന്നത് ആരാണെങ്കിലും അവരെ ഞാൻ കണ്ടുപിടിച്ച് അവരുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തും. വിനയാണ് ഇതിൻ്റെ പിറകിലെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിരുന്നു എന്നുള്ള കാര്യം അവരെ ഞാൻ ബോധ്യപ്പെടുത്തും. മാഷിൻ്റെ കുടുംബത്തിനെ വിനയനും ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും. ആരാണെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അമ്മാവൻ പറയുന്നുണ്ട്, വിനയ, നീ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ നിന്റെ കൂടെ എന്തിനും ഏതിനും ഞാൻ കൂടി ഉണ്ട്. ആ ഒരു വാക്ക് കൂടി കേട്ടപ്പോൾ വിനയന് ഒരുപാട് സന്തോഷമാവുകയാണ്. അമ്മയ്ക്കും അമ്മാവനും എന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എനിക്കത് ഇവരുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കണം എന്നുള്ള ചിന്ത വിനയൻ്റെ മനസ്സിൽ വരികയാണ്. പിന്നീട് ദയ രാത്രിയാകുന്ന സമയത്ത് പുറത്തുനിന്ന് മൊബൈൽ വീഡിയോ കാണുകയാണ് കേട്ടോ. ആ സമയത്ത് അനു പറയുന്നുണ്ട്, മതി ദയെ, ഇനി അകത്തേക്ക് കയറി വായോ എന്ന് പറയുമ്പോൾ, ഇല്ല അനുചേച്ചി കയറുകയോ, ഞാൻ ഈ വീഡിയോ ഫുള്ള് കണ്ടതിൻ്റെ ശേഷം മാത്രമാണ് അകത്തേക്ക് കയറുന്നുള്ളൂ. അകത്ത് കയറിയ റേഞ്ച് കിട്ടുന്നതല്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിന്ന് കാണുകയാണ് കേട്ടോ. അപ്പോൾ അനുവൊക്കെ അകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം അവിടേക്ക് നന്ദുവിൻ്റെ രൂപം വരുന്നതായിട്ട് ദയക്ക് തോന്നുകയാണ്. അങ്ങനെ ദയ നിഴൽ രൂപം നോക്കി തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് ദയക്ക് അത് നന്ദു ആണ് എന്ന് മനസ്സിലാവുകയാണ്. നന്ദുവിൻ്റെ രൂപം തന്നെയാണല്ലോ എന്ന് ദയക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോൾ ദയ ആകെ അങ്ങ് പരിഭ്രമിക്കുകയാണ്. എന്നിട്ട് ദയ പെട്ടെന്ന് അവിടെ നിലത്തേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ. എന്നിട്ട് നിലവിളക്കൊക്കെ അനു കത്തിച്ചു വെച്ചിട്ടുണ്ടാവും. അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് ദയ അലറിയും കൊണ്ട് അകത്തേക്ക് ഓടി കയറുകയാണ്. എന്നിട്ട് കതക് അങ്ങ് കുറ്റിയിടുക
ചെല്ലുകയാണ്. എന്നിട്ട് അനുചേച്ചി എന്ന് പറഞ്ഞ് ഓടി വന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചീരുവും മഞ്ചാടിയൊക്കെ വരികയാണ്. എന്താണ് ദയ എന്ന് ചോദിക്കുമ്പോൾ പരിഭ്രമിച്ചുകൊണ്ട് ഒന്നും പറയാൻ ദയക്ക് കഴിയുന്നില്ല. അങ്ങനെ വീണ്ടും എന്താണ് ദയ, നീ എന്തെങ്കിലും കണ്ടു പേടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ കണ്ടു പേടിച്ചു എന്ന് പറയാണ്. എന്താണ് പ്രേതത്തെയാണോ എന്നൊക്കെ ചീരു ചോദിക്കാൻ കേട്ടോ. അവിടെ നന്ദുവിൻ്റെ പ്രേതമുണ്ട് ചേച്ചി എന്ന് പറയട്ടോ. അപ്പോൾ എന്ത് ഇവിടെ പോയി കല്യാശ്ശേരി തറവാട്ടിൽ അങ്ങനെ പ്രേതമൊന്നുമില്ല, നീ വെറുതെ തോന്നിയതായിരിക്കും, നിനക്ക് തോന്നിയതാണ് എന്ന് പറഞ്ഞ് അനുവും ആ കതക് തുറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ദയ വീണ്ടും തടയിക്കാൻ വേണ്ട, ഞാൻ അവിടെ കണ്ടതാണ്, ഞാൻ ശരിക്കും കണ്ടതാണ്, അത് നന്ദുവിൻ്റെ പ്രേതം തന്നെയാണ് എന്ന് പറഞ്ഞ് വീണ്ടും കരഞ്ഞുകൊണ്ട് ദയ പറയുകയാണ് കേട്ടോ. അപ്പോൾ ചീരു പറയുന്നുണ്ട് നിനക്കെന്താ ദയ പറ്റിയത്, നിനക്കത് തോന്നിയതായിരിക്കും എന്ന് പറയുമ്പോൾ അല്ല ഞാൻ കണ്ടത് തന്നെയാണ് എന്ന് പറയാണ്. അങ്ങനെ ചീരുവും തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ദയ തടയുകയാണ്. ഇല്ല ഇല്ല ചേച്ചി ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞ് വീണ്ടും ദയ കരയുകയാണ്. അപ്പോഴാണ് കതകിൽ ശക്തിയായി വന്ന് തട്ടുന്നത് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ അത് ആ നന്ദുവിൻ്റെ പ്രേതം തന്നെയാണ്, കതക് തുറക്കണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ദയ കരയുകയാണ് കേട്ടോ. നീ ഒന്ന് വെറുതെ ഇരുന്ന് ദയ എന്ന് പറഞ്ഞ് ചീരു തന്നെ കതക് അങ്ങ് തുറക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചീരു പറയുന്നുണ്ട് പ്രേതം ഇപ്പോൾ കതകിൽ വന്ന് തട്ടാൻ നിൽക്കുകയല്ലേ എന്നും പറഞ്ഞിട്ടാണ് ചീരു കതക് തുറക്കുന്നത്. അങ്ങനെ കതക് തുറന്ന ഉടനെ തന്നെ കാണുന്നത് തമ്പായിയെ ആണ് കേട്ടോ. അപ്പോൾ തമ്പായി പറയുന്നുണ്ട് ആരാണ് ഈ നിലവിളക്കൊക്കെ ഇവിടെ തട്ടിയിട്ടത് എന്ന് ചോദിക്കുകയാണ് തമ്പായി. അപ്പോൾ ചീരു നോക്കുകയാണ്. എന്നിട്ട് ചീരു ആ നിലവിളക്കൊക്കെ എടുത്ത് ശരിയാക്കുകയാണ്. അപ്പോഴത്തേക്കും അനുവും ദയയും മഞ്ചാടിയും കൂടി വരികയാണ്. എന്നിട്ട് തമ്പായി പറയുകയാണ് ഈ തറവാട് ഇപ്പോൾ കത്തി നശിച്ചിരുന്നല്ലോ, ഞാനിപ്പോൾ ഇത് കണ്ടു വന്നില്ലായിരുന്നെങ്കിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ ചീരു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ ദയെ കണ്ടതോടുകൂടി തമ്പായി പറയുകയാണ് ഇത് നോക്കിയിട്ട് ഇതെന്താ എന്തോ കണ്ട് പേടിച്ചതുപോലെ ഉണ്ടല്ലോ എന്ന് പറയണം. അപ്പോൾ ദയെ പരിഭ്രമിച്ചുകൊണ്ട് അതെ എന്നുള്ള ഭാവത്തിൽ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് തമ്പായി പറയുകയാണ് ഇതെന്താ ഒരു പ്രേതത്തെ കണ്ട് പേടിച്ചതുപോലെ ഉണ്ടല്ലോ, പക്ഷേ ഈ കല്യാശ്ശേരി തറവാട്ടിൽ പ്രേതങ്ങളോ ഒന്നും തന്നെ ഇല്ല, ഇതിപ്പോൾ എവിടുന്നോ അലഞ്ഞു തിരിഞ്ഞ് അന്വേഷിച്ചു വന്ന പ്രേതം തന്നെയാണ് എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ ദയ ആകെ പരിഭ്രമിക്കുകയാണ്. അനുവും മഞ്ചാടിയൊക്കെ അതിശയിച്ച് നിൽക്കുകയാണ്. ഇതെന്താ ഇയാൾ ഇങ്ങനെ കൃത്യമായി പറയുന്നല്ലോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ചീരുവും കൂടി ചെല്ലുകയാണ് അവരുടെ അടുത്തേക്ക്. അപ്പോൾ തമ്പായി വീണ്ടും പറയുകയാണ് ഇത് ഒരു ദുർമരണത്തിൻ്റെ ആത്മാവാണ് വന്നിരിക്കുന്നത്, അത് ആ ആത്മാവിന് മോക്ഷം കിട്ടാൻ അത് വിചാരിച്ച കാര്യം നടത്തിയിട്ട് തന്നെയാണ്, ആ പക തീർത്തിട്ട് തന്നെയാണ് ആ ആത്മാവ് തിരിച്ചു പോവുകയുള്ളൂ എന്ന് പറഞ്ഞതോടുകൂടി ദയക്ക് വീണ്ടും അങ്ങ് പേടിയാവുകയാണ് കേട്ടോ. അപ്പോൾ പേടിച്ചിട്ട് ദയ അനുവിൻ്റെ അടുത്തേക്ക് തന്നെ നീങ്ങി ചെല്ലുകയാണ്. തമ്പായി അങ്ങനെ പേടിപ്പെടുത്തിയ ശേഷമാണ് കേട്ടോ തമ്പായി അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ തമ്പായി പറയുന്നുണ്ട് ഇനി ആ ആത്മാവ് ഇവിടേക്ക് വരികയൊന്നുമല്ല, തമ്പായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആത്മാവിന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് നേരെ തമ്പായി പോവുകയാണ് കേട്ടോ. എന്നിട്ട് ആ പടിയിൽ പോയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ചീരുവും മഞ്ചാടിയും അനുവും ദയയും കൂടി അകത്തേക്ക് കയറി കഥ കടക്കുകയാണ് കേട്ടോ. അവർ കഥ കടച്ചു പോയതോടുകൂടി തമ്പായിയുടെ കയ്യിൽ ആ വടി വെച്ച് നിലത്തങ്ങ് കുത്തുകയാണ്. അപ്പോഴത്തേക്കും രണ്ട് കഥകും അങ്ങ് കൊട്ടി അടക്കുകയാണ് കേട്ടോ. അങ്ങനെ തമ്പായി ചീരുവിനോടും അനുവിനോടും കൂടി പറഞ്ഞിട്ടുണ്ടാവും ഈ വീട്ടിൽ ആരാണോ മുതിർന്നവരായിട്ടുള്ളത് അവരെ എന്നെ വന്നൊന്ന് കാണാൻ വേണ്ടി പറയണം, ഇതിനുള്ള പ്രതിവിധി ഞാൻ അവരോട് തന്നെ പറഞ്ഞു കൊടുത്തോളാം, ഒരു ദോഷവും ഈ തറവാട്ടിലുള്ളവർക്ക് വരാൻ പാടില്ലല്ലോ, ഈ തമ്പായി ജീവനോടെ ഉള്ളപ്പോൾ ഈ തറവാട്ടിലെ ആർക്കും ഒന്നും വരാൻ പാടില്ല, അത് ഈ തമ്പായിയുടെ കൂടി ഉത്തരവാദിത്തമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ തമ്പായി അവിടെ നിന്നും പോകുന്നത്. പിന്നീട് ദയക്കാണെങ്കിൽ പേടി കാരണം പിന്നീട് ദയയുടെ റൂമിലേക്ക് കിടക്കാനൊന്നും പോകുന്നില്ല, അനുവിൻ്റെയും ചീരുവിൻ്റെയും റൂമിൽ കിടക്കാൻ നോക്കണ്ട. അപ്പോൾ മഞ്ചാടി പറയുന്നുണ്ട് എനിക്ക് പേടിയാണ്, എൻ്റെ പഠിക്കൽ കഴിഞ്ഞ ശേഷം ഞാനും നിങ്ങളുടെ കൂടെ തന്നെയാണ് കിടക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ചീരു പറയാണ് മഞ്ചാടിയും ഞാനും ഇവിടെ കിടന്നോളാം, ദയയും അനു ചേച്ചിയും അപ്പുറത്തെ റൂമിൽ പോയി കിടന്നോളൂ എന്ന് പറയാണ്. അങ്ങനെ ദയ ആകെ പരിഭ്രമിച്ച് പേടിച്ച് വെറുങ്ങലിച്ചിരിക്കുകയാണ്. പിന്നീട് ഇന്ദ്രൻ്റെ വീട്ടിൽ സോന ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് സുശീലയെ കാണാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട് അമ്മ ഇതുവരെയും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് അവിടേക്ക് പോവേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഭാനു അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ് എന്നൊക്കെ അമ്മക്ക് അറിയുന്നതാണ്, പിന്നെ എന്തിനാണ് അമ്മ പോയത് എന്നൊക്കെ പറയുകയാണ് ഇന്ദ്രൻ. അപ്പോഴാണ് അവിടേക്ക് ഓട്ടോയിൽ സുശീല വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ സുശീലയുടെ കൂടെ സുധനും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ സുശീലയും സുധനും കൂടിയിട്ടാണ് സച്ചി സാറിൻ്റെ തറവാട്ടിലേക്ക് പോയത് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. എന്നിട്ട് സുശീല ഇന്ദ്രനോട് തട്ടിച്ച് പറയുന്നുണ്ട് നിനക്ക് ഒന്നിനും നേരമില്ലല്ലോ, നിനക്കിപ്പോൾ കല്യാശ്ശേരി തറവാട്ടിത്തെ കാര്യങ്ങളൊക്കെ നോക്കാനല്ലേ നിനക്ക് നേരമുള്ളൂ, പക്ഷേ എൻ്റെ മകൻ്റെ കല്യാണം
കല്യാണം ഭംഗിയായി നടത്തണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. നിന്റെ സഹായമില്ലാതെ തന്നെ ഞാൻ സത്യൻ്റെ കല്യാണം ഗംഭീരമായിട്ട് തന്നെ നടത്തും. സുധനെയും കൂട്ടിയിട്ട് തന്നെയാണ് ഞാൻ അവിടേക്ക് പോയത് എന്ന് പറയാണ്. അങ്ങനെ സുധൻ പറയുകയാണ്, ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിച്ചു. അപ്പോൾ എന്തായാലും സച്ചി സാറും കുടുംബവും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. എന്നിട്ട് അവരുടെ കുടുംബ ജ്യോത്സ്യരെ കണ്ടതിൻ്റെ ശേഷം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനം പറയും. എന്തായാലും പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് തന്നെയാണ് സച്ചി സാറ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയണം. അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട്, വെറുതെ അവിടേക്ക് പോവേണ്ട ആവശ്യം ഇല്ലായിരുന്നല്ലോ. സച്ചി സാറും കുടുംബവും ഇവിടേക്ക് വരുമ്പോൾ കണ്ടാൽ മതിയായിരുന്നല്ലോ. പിന്നെ ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചതായിരുന്നു. അമ്മ വെറുതെ അവിടേക്ക് പോവേണ്ടതായിരുന്നു എന്ന് പറയട്ടെ. അപ്പോൾ സുധൻ പറയുന്നുണ്ട്, അതങ്ങനെയല്ലേ ഇന്ദ്ര, നമ്മൾ ബന്ധുക്കാരാവാൻ പോകുന്നതല്ലേ സച്ചി സാറിൻ്റെ. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് അന്വേഷിക്കുന്നതും ഒക്കെ പോകുന്നതും ഒരു നല്ലത് തന്നെയാണ്. അപ്പോഴാണ് അവർക്കും ഒരു സന്തോഷമുണ്ടാവുകയുള്ളൂ എന്ന് സുധൻ പറയുകയാണ്. അങ്ങനെ സുശീല ഇന്ദ്രനെ തട്ടിച്ചിട്ട് ഓരോന്ന് പറഞ്ഞ ശേഷം അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ സുധൻ ഇന്ദ്രനോട് പറയുകയാണ്, അമ്മ പറയുന്നതൊന്നും കേട്ട് നീ വിഷമിക്കേണ്ട. സുശീല ഒരു പാവമാണ്. സുശീലയുടെ മനസ്സിൽ ഒന്നും ഇല്ല. അതെനിക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. സുശീല എന്നെ അവിടെ പരിചയപ്പെടുത്തിയത് സ്വന്തം അമ്മാവനായിട്ടാണ്, സത്യൻ്റെ സ്വന്തം അമ്മാവനായിട്ടാണ് പരിചയപ്പെടുത്തിയത്. അല്ല, അത് അങ്ങനെ തന്നെയാണല്ലോ എന്നുകൂടി സുധൻ പറയുകയാണ്. അങ്ങനെ സുധനും പോയി കഴിഞ്ഞ ശേഷം ഇന്ദ്രൻ ഇങ്ങനെ ഇത് എന്തിനൊക്കെയുള്ള പുറപ്പാടാണാവോ എന്നുള്ള ഭാവത്തിൽ നോക്കി നിൽക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ രഘുവും അമ്പിളിയും കല്യാശ്ശേരി തറവാട്ടിലെത്തിയ ശേഷം അനുവും ചീരിയും കൂടി എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ദേ ഇങ്ങനെ പേടിച്ച് കരഞ്ഞതും നന്ദുവിൻ്റെ പ്രേതത്തെ കണ്ടു എന്നൊക്കെ പറയുന്നതും പിന്നീട് തമ്പായി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ പറയുകയാണ് കേട്ടോ അമ്പിളിയോടും. അങ്ങനെ അമ്പിളിയും രഘുവും കൂടി തമ്പായിയെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തമ്പായിയാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ എന്നുള്ള കാര്യം ഇനി വൈകാതെ തന്നെ എല്ലാവരും മനസ്സിലാക്കുന്നതാണ്. കല്യാശ്ശേരി തറവാട്ടിൽ നിന്നും എല്ലാവരും ഓടിപ്പോവാൻ വേണ്ടി തമ്പായി കളിക്കുന്ന കളിയാണ് ഇതൊക്കെ എന്നുള്ളത് ഇനി വൈകാതെ തന്നെ രഘുവൊക്കെ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ തമ്പായി എല്ലാം അറിയുന്നത് പോലെ രഘുവിനോട് സംസാരിക്കുകയാണ്. നന്ദുവിനെ തള്ളി താഴെ ഇട്ടിട്ട് മരിച്ചത് എന്ന് തമ്പായി എടുത്തിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ഇയാൾക്ക് എങ്ങനെ ഇത് കൃത്യമായിട്ട് അറിയുന്നത് എന്നുള്ള ഭാവത്തിലാണ് രഘുവൊക്കെ സംശയത്തോടു കൂടി നോക്കുന്നത്. അപ്പോൾ അമ്പിളിയും രഘുവിനെ നോക്കുന്നുണ്ട്.